ഗൗരവതരമായി സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇതേപോലെ പലരും ക്ലിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ, റീൽസുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചുകൊണ്ടാണോ ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്? കാരണം അത് മ്യൂസിക്കും അതുപോലുള്ള കാര്യങ്ങളും ഇസ്ലാമിൽ നിഷിദ്ധമല്ലേ? അത് ഹറാമല്ലേ? അങ്ങനെ നിഷിദ്ധമായൊരു കാര്യം ഇൻഡിവിജ്വലി തന്നെ, അഥവാ അത് മാത്രമായിട്ട് തന്നെ നമുക്ക് പാടില്ല. പിന്നെ എങ്ങനെയാണ് മതം പറയുന്നിടത്ത്, ദീന് പറയുന്നിടത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊണ്ടുവരുന്നത്? ഒരിക്കലും അത് ചെയ്യരുത്. നമുക്കതിനോട് യാതൊരു നിലക്കും യോജിപ്പില്ല. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്നാണ്. കാരണം ആളുകൾ ചാനൽ നോക്കൂല, റീൽസ് കാണുമ്പോൾ ഇത് ഏത് ചാനലുകാരാണ് ഇത് ഇട്ടതെന്ന് നോക്കുന്നില്ല. മറിച്ച് നമ്മുടെ പ്രോഗ്രാമാണ് കാണുന്നത്, അതിൻ്റെ പിറകിൽ മ്യൂസിക് കാണുമ്പോൾ ഇത് നമ്മൾ ചെയ്തതാണ് എന്നുള്ള നിലക്ക് പല ആളുകളും മ്യൂസിക് പാടുണ്ടോ, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. മ്യൂസിക് നമുക്ക് പാടില്ല, അതുകൊണ്ട് അത് ചെയ്യരുത്. അതേപോലെ തന്നെ ചില ആളുകൾ മ്യൂസിക് ഇല്ലെങ്കിലും ചില പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നു. അത് കുറച്ച് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ സിനിമകളുടെയും സീരിയലുകളുടെയും അതേപോലെയുള്ള ആളുകളുടെയും ഒരു ധാരണയാണത്. ഒരു വിഷയത്തിന് ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ടോ ഒരു BGM അതേപോലുള്ളതൊക്കെ കൊടുത്താലേ ശരിയാവൂ എന്നുള്ള ഒരു തോന്നൽ മതവിഷയത്തിൽ അതില്ല. ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെ ശക്തമാണ്, ഹദീസുകൾ തന്നെ ശക്തമാണ്, ദീനിൻ്റെ ആശയങ്ങൾ തന്നെ ശക്തമാണ്. പിന്നെന്തിനാണ് പാട്ടുകൾ പിറകിൽ വെക്കുന്നത്, മ്യൂസിക് കൊടുക്കുന്നത്? എൻ്റെ പ്രോഗ്രാമുകൾ ആ നിലക്ക് ചെയ്യരുത്, അത് ഞാൻ തൃപ്തിപ്പെടുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക.